Yes, check out. Say their names out now. It's Joanne and Charlotte. So, put your hands together and welcome them on stage, please. Come on. You guys look wonderful. Are you ready? Okay. Jackie, should we hand over the mics to them so they can anchor now? Definitely. I think it's time for a break. Definitely. We're going to hand the rest of it over to you guys. Okay, so we're handing it over to the very capable hands of Joanne and Charlotte. It's their first time doing it, so support them all the way. Okay? Thank you, Mebin. Hello, SPSMCC. Good evening to you all. Namaskaram. Sugalle Bristol. ഞാൻ റോഷൻ ജോർജി. ഞാൻ ചാർലറ്റ് ക്ലെമൻസ്. മനോഹരമായ ഈ സന്ധ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പരിപാടിയുടെ വിജയം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ കയ്യിലെ പ്രോത്സാഹനമാണ് ഈ പരിപാടിക്ക് ഊർജം നൽകുന്നത്. ഷാർലറ്റ്, ഈ ഓഡിയൻസിനെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? റോഷൻ, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. നമുക്ക് നമ്മുടെ കടമയിലേക്ക് കടക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദ്യ മാതാപിതാക്കളുടെ അനുസരണക്കേടിന്റെ ഫലമാണ് പാപം ലോകത്തിലേക്ക് കടന്നു. പാപത്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞ മാനവകുലത്തെ രക്ഷിക്കുവാൻ ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായി ലോകരക്ഷകനായ ഈശോ എളിയവനിൽ എളിയവനായി ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജോസഫിന്റെയും മറിയത്തിന്റെയും മകനായി ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ചു. ആ തിരുസിന്റെ തിരുപ്പിറവിയോടെ ഓർമ്മിപ്പിക്കലുമായി കടന്നു വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഫാമിലി യൂണിറ്റ്സ്, സെന്റ് സെബാസ്റ്റ്യൻ ആൻഡ് സെയിന്റ് ട്രീസസ് യൂണിറ്റ്. Let us please welcome them onto the stage. ദൈവത്തെ പാവം ചെയ്ത ആദ്യ മാതാപിതാക്കളിലൂടെ പ്രവാചകരുടെ പ്രവചനങ്ങളിലൂടെ രക്ഷകനെ കാത്തിരുന്ന ദൈവവചനം രക്ഷകനിലേക്ക് എത്തുന്നത് തിരുപ്പിറവി തികച്ചും വ്യത്യസ്തമായി അവതരിപ്പിക്കുകയാണ്. ഇവിടെ സെന്റ് സെബാസ്റ്റ്യൻസ് ഫാമിലി യൂണിറ്റും സെന്റ് തെരേസാസ് ഫാമിലി യൂണിറ്റും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു പ്രവചനങ്ങളിലൂടെ പുൽക്കൂട്ടിലേക്ക്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. സർവവും സൃഷ്ടിച്ച വചനം സൃഷ്ടികർമ്മത്തിന് പരിപൂർണതയേകുവാൻ ദൈവം അരുളി ചെയ്തു. നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. പറുദീസായിലെ സന്തോഷം, സൃഷ്ടാവിനോടൊത്ത് വസിക്കുന്ന സൃഷ്ടിയുടെ ആനന്ദം. ആ ആനന്ദം നഷ്ടമാക്കി ദൈവത്തെ മറന്ന് ദൈവകൽപ്പന ലംഘിച്ച് ദൈവസ്നേഹം നിരസിച്ച് പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൽ നിന്നകന്നു. പറുദീസയുടെ പുണ്യം മനുഷ്യകുലത്തിന് നഷ്ടമായ ആ നിമിഷം സൃഷ്ടിയുടെ വീഴ്ച സൃഷ്ടാവിന്റെ നൊമ്പരമായി.
വീണുപോയ മക്കളെ തേടിയെത്തുന്ന പിതാവ് അവർക്ക് രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നു. പാപത്തിന്റെ പ്രലോഭനവുമായി സർപ്പത്തിന്റെ രൂപത്തിലെത്തിയ സാത്താനോട് ദൈവം പറഞ്ഞു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ നിറങ്ങൾ സ്വർഗം വീണ്ടും മനുഷ്യനെ സ്വന്തമാക്കി നൽകുന്ന, പറുദീസയുടെ സൗഭാഗ്യം തിരികെ നൽകുന്ന രക്ഷകനെ പറ്റിയുള്ള ദൈവത്തിന്റെ വാഗ്ദാനം. സർപ്പത്തിന്റെ തല തകർക്കുന്ന ഒരു സ്ത്രീയെയും അവളുടെ പുത്രനെയും കുറിച്ചുള്ള പ്രതീക്ഷ ഭൂമിയിൽ നിറഞ്ഞു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തെ മണൽത്തരികൾ പോലെ, ഭൂതലത്തിൽ നിറഞ്ഞ മനുഷ്യവംശത്തിന് പിതാവാകാൻ പറുദീസയുടെ സൗഭാഗ്യം മനുഷ്യനെ വീണ്ടും സ്വന്തമാക്കി നൽകുവാൻ ദൈവം നിയോഗിക്കുന്നു. അവിശ്വസ്തയുടെ കൊടുപ്പാവത്തിന് വിശ്വാസപൂർണതയായി പരിഹാരം ബലിയർപ്പിച്ച ജനതകളുടെ പിതാവായ അബ്രഹാമിനെ ദൈവം അബ്രഹാമിനോട് പറയുന്നു, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്വമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാക്കും. വാഗ്ദാനത്തിന്റെ പുത്രനായ ഇസഹാക്കിലൂടെ, ഇസ്രായേൽ എന്ന് യഹോവ പേര് വിളിച്ച യാക്കോബിലൂടെ ദൈവജനം രൂപപ്പെടുന്നു. പ്രയാണങ്ങളിലൂടെ, പ്രവാസങ്ങളിലൂടെ ഇസ്രായേലിന്റെ രക്ഷാകര യാത്ര തീവ്ര അനുഭവമാണ്. ഈജിപ്തിലെ അടിമത്തത്തിന്റെ നീണ്ട വർഷങ്ങളിൽ തകർന്നു വീഴുന്ന ഇസ്രായേലിന് സ്വാതന്ത്ര്യത്തിന്റെ വഴി തെളിക്കുവാൻ ആദ്യ പ്രവാചകനായി ദൈവം മോശയെ വിളിച്ചു. വിമോചനത്തിലേക്കുള്ള യാത്ര, ചെങ്കടൽ വഴിമാറിയ യാത്ര, പകൽ മേഘത്തണലായി രാത്രി അഗ്നിസ്തംഭമായി യഹോവ വഴി നടത്തിയ യാത്ര. പൊള്ളുന്ന മണലാരണ്യങ്ങളും വരണ്ട മേച്ചിൽപ്പുറങ്ങളും പിന്നിട്ട് വാഗ്ദാനങ്ങളുടെ പരദീസയായ കാനാന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഇസ്രായേലിനോട് മോശ പറയുന്നു, അന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്തു, നിന്നെ പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. എൻ്റെ വാക്കുകൾ ഞാൻ അവൻ്റെ നാവിൽ നിക്ഷേപിക്കും. ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും. ഇസ്രായേൽ ജനതയിൽ രക്ഷകനെ കുറിച്ച് പ്രതീക്ഷയുണർത്തിയ ആദ്യ പ്രവചനം. വീണ്ടും നാം കാണുന്നു, മോവാബ് ദേശം കീഴടക്കാൻ യുദ്ധത്തിനൊരുങ്ങുന്ന ഇസ്രായേൽ ജനതയെ ശപിച്ചില്ലാതാക്കാൻ മോവാബ് രാജാവ് ബാലാം പ്രവാചകനെ കൂട്ടിക്കൊണ്ടുവരുന്നു. ശാപത്തിന് പകരം ഇസ്രായേലിന് മേൽ അനുഗ്രഹങ്ങൾ വാരി ചൊരിയുന്നത് കണ്ട് കോപത്താൽ ജ്വലിക്കുന്ന ബാലാക്കിന്റെ ശിക്ഷയെ ഭയക്കാതെ ബാലാം പ്രവാചകൻ ദൈവം തന്റെ നാവിൽ നിക്ഷേപിച്ച വാക്കുകളിൽ പ്രവചിക്കുകയാണ്. ബയോറിന്റെ മകൻ ബാലാമിന്റെ പ്രവചനം, ദർശനം ലഭിച്ചവന്റെ പ്രവചനം, ദൈവത്തിന്റെ വാക്കുകൾ ശ്രമിച്ചവൻ, സർവശക്തനിൽ നിന്നും ദർശനം സിദ്ധിച്ചവൻ, തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചവൻ പ്രവചിക്കുന്നു, ഞാൻ അവനെ കാണുന്നു, എന്നാൽ ഇപ്പോഴല്ല. ഞാൻ അവനെ ദർശിക്കുന്നു, എന്നാൽ അടുത്തല്ല. യാക്കോബിൽ നിന്നും ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്നും ഒരു ചെങ്കോൽ ഉയരും. ബാലാം പ്രവചിച്ച രാജാവിനായി, രക്ഷകനായി ഇസ്രായേൽ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. വാഗ്ദത്ത ഭൂമി യഹോവ
ഇസ്രായേലിന് സ്വന്തമാക്കി നൽകി. ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ രാജാക്കന്മാരെ വാഴിച്ച യഹോവ, നീതി സുസ്ഥാപിതമാക്കാൻ ന്യായാധിപന്മാരെ നിയോഗിച്ച യഹോവ, പ്രവാചകന്മാരിലൂടെ തുടർന്ന് ഇസ്രായേലിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവരെ സ്നേഹിക്കുന്ന, പരിപാലിക്കുന്ന, ശകാരിക്കുന്ന, ശിക്ഷിക്കുന്ന യഹോവ. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ നിറസാന്നിധ്യമായ യഹോവയെ പഴയ താളുകളിൽ നാം കാണുന്നു. BC 700 അരാജകത്വത്തിൽ ധാർമ്മിക അധപതനത്തിൽ തകരുന്ന ഇസ്രായേൽ. ആഹാസ് രാജാവിന്റെ കൊട്ടാരത്തിലെത്തുന്ന യേശയ്യാ പ്രവാചകനിലൂടെ ദൈവം ആഹാസിനോട് പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിൽ നിന്നും ഒരടയാളം ആവശ്യമില്ല. അത് പാതാളം പോലെ അഗാധവും ആകാശം പോലെ ഉന്നതവുമായിരിക്കട്ടെ. ഞാൻ അത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല. ദാവീദിന്റെ ഭവനമേ ശ്രമിക്കുക. മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണ് എന്റെ കർത്താവിന്റെ ക്ഷമ പരീക്ഷിക്കുന്നത്. അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. യൂദായുടെ പാപങ്ങളും ജനനേതാക്കന്മാരുടെ ഉത്തരവാദിത്തരഹിതമായ പ്രവൃത്തികളും എടുത്തുകാട്ടി ശിക്ഷ ആസന്നമാണെന്ന് പ്രവചിക്കുകയാണ് മിക്ക പ്രവാചകൻ. ഒപ്പം തന്നെ മഹത്വപൂർണ്ണതയിലേക്ക് ഉയരുന്ന സിയോൻ രക്ഷാകേന്ദ്രമെന്ന് പ്രവചിക്കുന്ന മിക്ക ദാവീദ് വംശജനായ രാജാവ് ബെത്ലഹേമിൽ ഉദയം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്നു. യഹൂദ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിൽ ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്നും പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന്റെ പുണ്യമായി, തലമുറകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, മഹാപ്രവചനങ്ങളുടെ പൂർത്തീകരണമായി ബെത്ലഹേമിന്റെ പുണ്യരാത്രിയിൽ മിശിഹ പൂജിതനാകുന്നു.